പഹൽഗാമിൽ പാകിസ്ഥാൻ കാണിച്ച വൃത്തികേടിന് ഇന്ത്യ മറുപടി കൊടുത്തത് പാകിസ്ഥാനിലേക്കുള്ള നദീജല വിതരണം മൊത്തത്തിൽ നിശ്ചലമാക്കിക്കൊണ്ടാണ്. ആഴ്ചകളേറെയായി സിന്ധു നദിയിൽ നിന്നുള്ള അടക്കം ജലവിതരണം ഇന്ത്യ നിർത്തിവെച്ചിട്ട്. എന്നാൽ തവി നദിയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ പഹൽഗാമിൽ ആക്രമണം അഴിച്ചുവിട്ട പാക് തീവ്രവാദികളെ പോറ്റുന്ന പാകിസ്ഥാന് എന്തിനു വെള്ളം നൽകണമെന്ന നിരവധി കോണിൽ നിന്നും ചോദ്യം ഉയർന്നു. പക്ഷേ തവി നദിയിൽ പ്രളയം ശക്തമായപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്തത്? ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രബന്ധം എങ്ങുമില്ലാത്ത വിധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലും കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തവി നദി വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന വിവരം ഇന്ത്യ അറിയിച്ചത് ആരെയാണ്? ഇസ്ലാമാബാദിന്. സാധാരണ ജനങ്ങളുടെ കാര്യം വരുമ്പോൾ ഇന്ത്യക്ക് സൗഹാർദ്ദപരമായ സമീപനം എടുക്കാൻ അറിയാമെന്ന് കൂടി ഇന്ത്യ പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. പക്ഷേ അതൊന്നും തലയ്ക്ക് വെളിവില്ലാത്ത പാകിസ്ഥാനിൽ ഒന്നും മേശില്ലെന്നത് മറ്റൊരു കാര്യം. ജമ്മുവിലെ തവി നദിയിൽ കനത്ത വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബാധിക്കുക നേരെ പാകിസ്ഥാനിലെ ജനങ്ങളെയും പാകിസ്ഥാനിലെ ഭൂപ്രദേശങ്ങളെയും സാധാരണക്കാരെയും ഒക്കെയാണെന്നാണ് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടത്. അത് അങ്ങനെ തന്നെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഈ വിവരം കൈമാറി. ഉടൻ തന്നെ പാക് അധികൃതർ രാജ്യത്ത് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുഖേനയാണ് വിവരം കൈമാറിയത്. പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല ഉടമ്പടി പ്രകാരമുള്ള സാധാരണ ആശയവിനിമയ മാർഗങ്ങൾ പോലും ഇന്ത്യ മരവിപ്പിച്ചിരിക്കുകയാണ്. അതിനാലാണ് ഹൈക്കമ്മീഷണർ വഴി വിവരം കൈമാറിയതെന്നാണ് വിവരങ്ങൾ. ഇതാദ്യമായാണ് വിവരം കൈമാറാൻ ഇന്ത്യ നയതന്ത്ര കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നത്. സാധാരണ ഇൻഡസ് വാട്ടർ കമ്മീഷൻ മുഖേനയാണ് ഇത്തരം നടപടികളും വിവരങ്ങളും ഒക്കെ പാകിസ്ഥാനെ ഇന്ത്യ അറിയിച്ചുകൊണ്ടിരുന്നത്. ജമ്മുവിലെ ദോദ ജില്ലയിലെ ഭദേർവാനിലെ കൈലാസ് കുണ്ട് ഹിമാനിൽ നിന്നുമാണ് ഈ തവി നദിയുടെ ഉത്ഭവം. അതുകൊണ്ട് തന്നെ പ്രളയം ഏത് നിമിഷവും ഉണ്ടാകാം, മേഘവിസ്ഫോടനവും ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. അങ്ങനെ ജമ്മുവിലൂടെയും പാക് പഞ്ചാബിലെ സിലാകോട്ട് ജില്ലയിലൂടെയും ഒഴുകുന്ന ഈ തവി നദി ചെനാബ് നദിയുടെ പ്രധാന പോഷക നദി കൂടിയാണ്. സിന്ധു നദീജല കരാപ്രകാരമുള്ള ജലം ഇന്ത്യ ഡാം അടച്ച് പ്രതിഷേധിച്ചെങ്കിലും തവി നദി കരകവിഞ്ഞൊഴുകുന്നു എന്ന് പാക്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കൂടുതലൊരു ഔദാര്യവും പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ഒരാഴ്ച മുമ്പാണ് ഡാമുകൾ തുറന്നുവിടണമെന്ന അഭ്യർത്ഥനയുമായി പാക് അധികൃതർ ഇന്ത്യയെ സമീപിച്ചത്. പക്ഷേ പഹൽഗാമിൽ ചെയ്തു കൂട്ടിയതിന് ഒരിടക്കാലത്തേക്കെങ്കിലും മാപ്പ് നൽകാനാകില്ല എന്ന നിലപാടിലാണ് ന്യൂഡൽഹി. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച